വെൽക്കം ടു ഈസി ക്ലാസ് 5 മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സെക്കൻഡ് സെമ്മായ ബി എക്കണോമിക്സ് ആണ്. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ പേരാണ് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇതിൽ മെയിനായിക്കാണ്ട് പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ ഓരോ റൂൾസും റെസ്പോൺസിബിലിറ്റിയും പാർലമെൻറ്റിൽ എങ്ങനെയാണ് അവതരിപ്പിക്കണവും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു മൊഡ്യൂളിൽ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിക്കാണ്ട് നോക്കാൻ കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിലായിക്കാണ്ട് കൊടുത്തേക്കണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സാമിനൊക്കെ ആയിക്കോട്ടെ, ഇനി നോട്ട്സ് ഒക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നോക്കാനുള്ളത് എന്താണ് നിയമസഭയുടെ പങ്ക്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പങ്ക് എന്താണ് എന്നതാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ടൈമിൽ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെൻറ്റിൽ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. രാഷ്ട്രപതിയും രണ്ട് സഭകളും. ഏതൊക്കെയാണ് സഭ? ലോകസഭ, രാജ്യസഭ. അപ്പോൾ ഈ രാഷ്ട്രപതി എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ രണ്ട് ഹൗസാണുള്ളത്, ലോക്സഭ, രാജ്യസഭ. അപ്പോൾ എന്നീ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് ബഡ്ജറ്റിൻ്റെ ടൈമിൽ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയിൽ പാർലമെന്റ് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. അതായത് ബഡ്ജറ്റിൻ്റെ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പാർലമെന്റ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും പിന്നെ അതേപോലെ അവതരിപ്പിക്കുന്നതും ഒക്കെ ഈ ഒരു പാർലമെന്റ് വെച്ചാണ്. അതുകൊണ്ട് പാർലമെന്റ് ബഡ്ജറ്റിൻ്റെ ടൈമിൽ ഓരോ വർഷം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 74ഉം 75ഉം കേന്ദ്രത്തിലെ പാർലമെന്റിന്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ആ ഒരു ആർട്ടിക്കലിൽ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ 163ഉം 164ഉം ആർട്ടിക്കിളിൽ വരുന്നത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഈ ആർട്ടിക്കിൾ 163ഉം 64ലും ഇല്ലത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി പാർലമെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണത്തിനായുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് നിയന്ത്രിക്കുന്ന രാഷ്ട്രപതി ആണെങ്കിൽ ആ ഒരു പാർലമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന കേന്ദ്ര ധനമന്ത്രിയാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി കേന്ദ്ര ബഡ്ജറ്റിൽ പാർലമെന്റിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. റോൾ ഓഫ് പാർലമെന്റ് ഇൻ യൂണിയൻ ബഡ്ജറ്റ്. അപ്പോൾ ഇന്ത്യയിൽ വാർഷിക ബഡ്ജറ്റിന്റെ അംഗീകാരത്തിലൂടെ പൊതുധനകാര്യത്തിന്മേലുള്ള പാർലമെന്റ് നിയന്ത്രണം ഉറപ്പാക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സർക്കാർ കേന്ദ്ര ബഡ്ജറ്റ് രൂപപ്പെടുത്തുമ്പോൾ പാർലമെന്റ് അത് അംഗീകരിക്കുകയും എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതായത് സർക്കാർ ഒരു കാര്യം അപ്പം മുന്നോട്ട് ബഡ്ജറ്റ് വെക്കുമ്പോൾ അത് ആരാണ് അംഗീകരിക്കുക? അത് പാർലമെന്റിൽ എല്ലാവരും കൂടി അംഗീകരിച്ചാലാണ് അത് നടപ്പിലാകൽ കേട്ടോ. അതാണ് അപ്പോൾ ഒരു റോള് എന്ന് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൊതു ഫണ്ടുകളിൽ പാർലമെന്റ് നിയന്ത്രണത്തിനുള്ള സംവിധാനത്തെ വിവരിക്കുന്നു. അതായത് ആർട്ടിക്കിൾ 165, 66, 112, 14 ആർട്ടിക്കിളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റാണ് പാർലമെന്റിന്റെ അധികാരവും അംഗീകാരവും ഇല്ലാതെ എക്സിക്യൂട്ടീവിന് ഏതെങ്കിലും നികുതി ചുമത്താനോ പിരിക്കാനോ ഒന്നും കഴിയില്ല. അതായത് ഇപ്പോൾ പാർലമെന്റിൽ ഓല് തീരുമാനിച്ചിട്ടല്ല ബഡ്ജറ്റ് നടക്കുക, അത് ധനമന്ത്രിയാണ് തീരുമാനിക്കൽ കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ പോയിന്റാണ് പാർലമെന്റ് ബഡ്ജറ്റ് നടപ്പിലാക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ വരവുകളും ചെലവുകളുമാണ് ഒരു പാർലമെന്റിൽ അപ്പം ബഡ്ജറ്റിൽ അപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് റോൾ ഓഫ് ബഡ്ജറ്റ് ഇൻ യൂണിയൻ ബഡ്ജറ്റിൽ വരുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അധികാരത്തെ പറ്റിയാണ് ബഡ്ജറ്റിൽ. അപ്പോൾ ഒരു ബഡ്ജറ്റിൻ ടൈമിൽ ഒരു പാർലമെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ടുള്ള ഒരു ലീഡറാണ് ആര്? രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബഡ്ജറ്റ് അവിടെ നടക്കല്ലോ. അത്രക്കും വലിയ പങ്കാണ് രാഷ്ട്രപതിക്കുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലോക്സഭയിലെ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റച്ചട്ടങ്ങളുടെയും ആർട്ടിക്കിൾ 104 അനുസരിച്ച് പ്രസിഡന്റ് തീരുമാനിക്കുന്ന തീയതിയിൽ ബഡ്ജറ്റ് പാർലമെന്റ് അവതരിപ്പിക്കുന്നു. ആ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കൽ അപ്പം രാഷ്ട്രപതി എന്നാണ് പറയണത് അന്നാണ് അപ്പോൾ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കലും കാര്യങ്ങളൊക്കെ രാഷ്ട്രപതിയാണ്. അതിൻ്റെ ലീഡറാണ്, ബഡ്ജറ്റിൻ്റെ ലീഡറാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് കേട്ടോ.
ഇനി ബഡ്ജറ്റിന്റെ സമയമാണ് പറയുന്നത്. അതായത് ഫെബ്രുവരി 1 രാവിലെ 11 മണിക്കോ സർക്കാർ തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും തീയതിയിലോ ആണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് സർക്കാർ നിർദ്ദേശിച്ച തീയതിക്ക് സ്പീക്കർ സമ്മതിച്ചതിനു ശേഷം ലോക്സഭ സെക്രട്ടേറിയറ്റിലെ കേന്ദ്ര ജനറലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ചെല്ലല്. അപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനു ശേഷം ലോക്സഭ രാജ്യസഭ ബുള്ളറ്റിൽ ഭാഗം 2 വഴി ബഡ്ജറ്റ് അവതരണ തീയതിയും സമയവും അംഗങ്ങളെ അറിയിക്കും. അതായത് ആദ്യം ആരുടെ സമ്മതമാണ് കിട്ടേണ്ടത്? രാഷ്ട്രപതിയുടെ സമ്മതമാണ് ബഡ്ജറ്റിൽ വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമും ഒക്കെ അനുസരിച്ചാണ് ബഡ്ജറ്റ് നടക്കല്. എന്നിട്ടാണ് ബാക്കി പാർലമെന്റിലെ അംഗങ്ങളോട് എന്നാണ് എന്ന് പറയല്. എന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രപതി ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിന് മുന്നിൽ വെക്കുന്നു. അപ്പോൾ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശയോടെ മാത്രമേ പാർലമെന്റ് ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടി പാർലമെന്റ് അംഗങ്ങൾക്ക് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് രാഷ്ട്രപതിയുടെ ശുപാർശ വേണം ഇത് അവതരിപ്പിക്കാൻ പറ്റുമെന്നത്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശുപാർശ ഇല്ലാതെ ഗ്രാന്റിന് വേണ്ടിയുള്ള ഒരു ആശയവും ഉന്നയിക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ മാത്രമല്ല അപ്രതീക്ഷിത ചെലവുകൾക്കായി ഇന്ത്യയിലെ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് രാഷ്ട്രപതിക്ക് മുൻകൂർ തുക നൽകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് രാഷ്ട്രപതിയെ പറ്റി പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ ആ ഒരു പ്രവർത്തനത്തെ പറ്റി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് പാർലമെന്റ് രാഷ്ട്രപതിയുടെ പങ്കിനെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്ന സമ്മറി ഫോർ ദ പ്രസിഡന്റ്. അതായത് ബഡ്ജറ്റ് നടക്കുന്നതിന്റെ മുമ്പ് സമ്മറി കൊടുക്കും. അതായത് ബഡ്ജറ്റ് നടക്കുന്നതിന്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയണത് കാര്യങ്ങളൊക്കെ ഒരു സമ്മറി ആദ്യം തന്നെ കൊടുക്കും. കാരണം അതിന് അംഗീകാരം കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് ലോക്സഭയിൽ ഇനി പറയുന്ന ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനും പരിഗണിക്കുന്നതിനുമായി ആർട്ടിക്കിൾ 117 പ്രകാരം രാഷ്ട്രപതിയുടെ ശുപാർശ കിട്ടണം. അംഗീകാരം കിട്ടിയാൽ മാത്രമേ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ധനകാര്യ ബില്ല്, അതായത് ഫിനാൻസ് ബില്ല്, അപ്രോപ്രിയേറ്റ് ബില്ലും ഫിനാൻസ് ബില്ലും എന്ന് പറയും. ധനകാര്യ ബില്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിനും ആദ്യം തന്നെ സമ്മറിയൊക്കെ കൊടുത്തിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ള അധികാരം ആരാ കൊടുക്കേണ്ടത്? പ്രസിഡന്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രി നിർദ്ദേശിക്കുന്ന നികുതി മാറ്റങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിയമപരമായ ഭേദഗതികളെയും കുറിച്ചുള്ള വിശദാംശങ്ങളോടെ ധനകാര്യ ബില്ല് കേന്ദ്ര ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത്. കൂടാതെ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കേണ്ട ധനകാര്യ ബില്ല് കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നു. ഇത്രേ കാര്യങ്ങളാണ് ആദ്യം തന്നെ രാഷ്ട്രപതിയുടെ ശുപാർശ കിട്ടിക്കാണ്ട് നമുക്ക് ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി രാഷ്ട്രപതിക്കുള്ള സമ്മറി വൈ ബഡ്ജറ്റിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഏതൊക്കെ ഡോക്യുമെന്റ്സിനാണെന്ന് നോക്കാം. അതായത് ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഫിനാൻസ് ബില്ല്, പിന്നെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, സ്റ്റേറ്റ്മെന്റ് റിക്വയർഡ് ടു ബി ലെയ്ഡ് അണ്ടർ ദ FRPM ആക്ട് 2003. ഇത്ര ഡോക്യുമെന്റ്സിനില്ലേ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഇത്ര ഡോക്യുമെന്റ്സ് നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതാണ് സമ്മറി ഫോർ ദ പ്രസിഡന്റിനെ പറ്റി പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് പ്രസിഡന്റിനുള്ള സമ്മറിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നതാണ്. ധനകാര്യ ബില്ലിലൂടെ നിർദ്ദേശിക്കുന്ന പ്രത്യക്ഷ പരോക്ഷ നികുതി നിർദ്ദേശങ്ങളും മറ്റു സാമ്പത്തിക വ്യവസ്ഥകളും ആ ഒരു സമ്മറിയിൽ ഉൾപ്പെടും ട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമ്മറി കുറിപ്പ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയും അംഗീകരിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കൊണ്ടുപോകുന്നു. അതിന്റെ ശേഷമാണ് പ്രധാനമന്ത്രി വരെ അംഗീകരിക്കൽ ട്ടോ. സാധാരണയായി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസം രാവിലെയാണ് ഇത് നടക്കല്. ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റിനെ പറ്റി പറയാനുള്ളത്. ഇനി സമ്മറി ഫോർ ദ ക്യാബിനറ്റ് മന്ത്രിസഭക്കുള്ള സമ്മറിയാണ് ഇനി നോക്കുന്നത്. ബഡ്ജറ്റിന് മുമ്പേ നടക്കുന്ന ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ പ്രസിഡന്റിന് മാത്രമല്ല അറിയിക്കല്. ബഡ്ജറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ധനമന്ത്രിയാണ് ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെയും ധനകാര്യ ബില്ലിനെയും കുറിച്ച് മന്ത്രിസഭയെ കൂടി അറിയിക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാർ ആഭ്യന്തരം, പ്രതിരോധം, ധനകാര്യം, വിദേശകാര്യം തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളുടെ കാര്യങ്ങളാണ് നോക്കൽ. പിന്നെ അതേപോലെ അവർ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. അതിൻ്റെ യോഗത്തിൽ പങ്കെടുക്കുകയും നയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? മന്ത്രിമാർ വഹിക്കുന്നുണ്ട് പാർലമെൻറ്റിൽ. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ മേഖലയിലേക്കും വ്യാപിക്കുന്നു. അതായത് അവരും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് ബഡ്ജറ്റ് നടക്കൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പം സമ്മറി ഓഫ് ദ ക്യാബിനറ്റിനെ പറ്റിയിൽ മന്ത്രിമാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ ആൻഡ് ബിൽസ്, അതായത് ബഡ്ജറ്റ് അവതരണവും ബില്ലുകളും പറ്റിയാണ്. അതായത് ബഡ്ജറ്റ് പാർലമെൻറ്റ് അവതരിപ്പിക്കുന്നതും ഏതൊക്കെ ബില്ലുകളാണ് കാര്യങ്ങളൊക്കെയാണ്. അതായത് ബഡ്ജറ്റ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പാർലമെൻറ്റ് ബഡ്ജറ്റ് സെക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വാർഷിക സമ്മേളനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ധനമന്ത്രി പാർലമെൻറ്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഒക്കെ കേന്ദ്ര ധനമന്ത്രിയാണ് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ ബഡ്ജറ്റ് രേഖകളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാന ബില്ലുകളാണ് ഇന്ന് നോക്കാനുള്ളത്. അതായത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഏതൊക്കെ ബില്ലുകളാണ് അപ്പോൾ ബഡ്ജറ്റിൽ അപ്പോൾ പറയുന്നത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഫിനാൻസ് ബില്ല്, പിന്നെ രണ്ടാമത്തെ അപ്രോപ്രിയേറ്റ് ബില്ല്, മൂന്നാമത്തെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. ഈ 3 ഡോക്യുമെൻറ്റ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നോക്കുന്ന ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരണമാണ്. അതായത് ബഡ്ജറ്റ് പ്രസംഗം എന്നറിയപ്പെടുന്ന ഒരു പ്രസംഗത്തിലൂടെ ധനമന്ത്രി ലോക്സഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. സർക്കാരിൻ്റെ നികുതി, കടമെടുക്കൽ, ചെലവ്, പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള നിർദ്ദേശങ്ങളും വിശദീകരണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം പ്രസംഗത്തിലൂടെ അപ്പം പറയൽ. പിന്നെ അതേപോലെ സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും ബഡ്ജറ്റിൽ അവതരിപ്പിക്കും. അപ്പോൾ ഇനി പറയാനുള്ളത് ബഡ്ജറ്റിൻ്റെ 6 സ്റ്റേജസ് ആണ് ഇൻ ദ പാർലമെൻറ്റ്. അത് ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ബഡ്ജറ്റ് അപ്പോൾ അവതരിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്താണ് പ്രസൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ്, പിന്നെ അടുത്തത് വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, പിന്നെ ജനറൽ ഡിസ്കഷൻ, പിന്നെ പാസിംഗ് ഓഫ് അപ്രോപ്രിയേറ്റ് ബില്ല്, പിന്നെ സ്ക്രൂട്ടിനി ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മിറ്റീസ്, പിന്നെ പാസിംഗ് ഓഫ് ഫിനാൻസ് ബില്ല്. അപ്പോൾ ഈ 6 സ്റ്റേജിലൂടെയാണ് പ്രസൻറ്റേഷൻ കടന്നു പോകുന്നത്. ഇനി നമുക്ക് വിശദീകരിച്ച് നോക്കാം. അപ്പം ബഡ്ജറ്റ് പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായും സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും എടുത്തു കാണിക്കുന്ന ഒരു നയരേഖ ാണ് ബഡ്ജറ്റ് പ്രസംഗം അല്ലെങ്കിൽ ബഡ്ജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സഭയിൽ അവതരിപ്പിക്കുന്ന ദിവസം ബഡ്ജറ്റിനെ കുറിച്ച് അപ്പോൾ ഒരു ചർച്ചയും ഉണ്ടാകില്ല. അപ്പോൾ ചർച്ചയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആ ടൈമിൽ ബഡ്ജറ്റിനെ പറ്റി ഒരു ചർച്ചയും കാര്യമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുമ്പാണ് ഇത് ചെയ്യണോ കാര്യങ്ങളൊക്കെ ആ ഒരു സമ്മറിയുടെ ടൈമിലാണ് പറയൽ കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ധനമന്ത്രി ലോക്സഭയിൽ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ബഡ്ജറ്റ് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നു. രാജ്യസഭയ്ക്ക് അത് ചർച്ച ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം തീരുമാനമൊന്നും രാജ്യസഭയ്ക്ക് പിന്നെ എടുക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ ഗ്രാൻഡ് ആവശ്യങ്ങൾക്കുള്ള വോട്ട് ചെയ്യാൻ അധികാരമില്ല രാജ്യസഭയ്ക്ക്. പിന്നെ ഇലക്ട്രോണിക് ഡിജിറ്റൽ മോഡ് വഴി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ബഡ്ജറ്റ് പേപ്പറുകളുടെ സെറ്റുകൾ നൽകും. അപ്പോൾ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ പറഞ്ഞതിൻ്റെ പേപ്പർ അപ്പോൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് പാർലമെൻറ്റിൽ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കൽ. അതിൻ്റെ ശേഷം ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം വായിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ പ്രസംഗത്തിൻ്റെ 5 പകർപ്പുകൾ ഔദ്യോഗിക ഗാലറിയിൽ നിന്ന് ലോക്സഭയുടെ സെക്രട്ടറി ജനറലിന് നൽകും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ അപ്പം നടക്കൽ കേട്ടോ. ഇനി അടുത്ത സ്റ്റേജാണ് ജനറൽ ഡിസ്കഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചതിന് ശേഷമാണ് നടക്കൽ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ചകൾ നടന്നു. അപ്പോൾ ധനകാര്യ മന്ത്രാലയവുമായി കൂടി ആലോചിച്ച് പാർലമെൻ്ററി കാര്യ മന്ത്രാലയം ബഡ്ജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ചയ്ക്കുള്ള തീയതികൾ നിശ്ചയിക്കുന്നു. അതായത് ബഡ്ജറ്റ് നടന്നതിന് ശേഷം അവരൊരു ദിവസം തീരുമാനിക്കും. അപ്പോൾ നമുക്ക് ഒരു പൊതുവേ ആ ബഡ്ജറ്റിനെ കുറിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ആ ബഡ്ജറ്റിനെ കുറിച്ചുള്ള പൊതു ചർച്ച അവതരിപ്പിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കുകയും സാധാരണയായി 3-4 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയായിരിക്കും ജനറൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ലോക്സഭയ്ക്ക് ബഡ്ജറ്റ് മുഴുവനായോ അല്ലെങ്കിൽ ഏത് ചോദ്യം വേണം ചോദിക്കാൻ വേണ്ടി പറ്റും, ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പൊതു ചർച്ചകളിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏത് വിഷയവും ഓരോ അംഗത്തിനും സ്വതന്ത്രമുണ്ട് ചോദിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ചർച്ചകളുടെ അവസാനം മറുപടി നൽകാനുള്ള പൊതുവായ അവകാശം ധനമന്ത്രിക്കുമുണ്ട്. അതായത് ചർച്ചയ്ക്ക് കൂടി നിൽക്കുന്നവർക്ക് ഏത് ചോദ്യം വേണമെങ്കിലും ഈ പൊതു ചർച്ചയിൽ വേണ്ടി ചോദിക്കാം. അതിന് ആര് മറുപടി നൽകണം? ധനമന്ത്രി അതിന് മറുപടി നൽകേണ്ടതായിക്കാണ്ട് വരും ചെയ്യും ട്ടോ. അതിനെയാണ് ജനറൽ ഡിസ്കഷൻ എന്ന് പറയുന്നത് ട്ടോ. ഇനി പറയാൻ പോകുന്നത് ജനറൽ ഡിസ്കഷനിൽ വരുന്ന സ്കോപ്പിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ബഡ്ജറ്റിൻ്റെ പൊതുവായ പരിശോധനയാണ്. പിന്നെ രണ്ടാമത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രകടിപ്പിച്ച നികുതി നയം, അതായത് നികുതി ഫിനാൻസ് കാര്യങ്ങളും അയക്കാണ്ട് ബന്ധപ്പെട്ട് ഒന്നും കൂടി ചർച്ച ചെയ്യുകയാണ്. പിന്നെ മൂന്നാമത്തെ പൊതു പദ്ധതികൾ, ഘടനകൾ മുതലായവയെക്കുറിച്ചുള്ള ചർച്ച. ഇതൊക്കെ ആ നിൽക്കുന്ന പാർലമെൻറ്റിൽ ഉള്ളവർക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നാലാമത്താണ് ഗ്രാൻറ്റുകൾക്ക് വേണ്ടിയുള്ള പ്രസക്തമായ ആവശ്യങ്ങളോ ധനകാര്യ ബില്ല് അവ പരിശോധിക്കുമ്പോൾ പ്രത്യേക പോയിന്റുകളെയോ പ്രശ്നങ്ങളെയോ കുറിച്ചുള്ള ചർച്ച. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ജനറൽ ഡിസ്കഷനിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. കാരണം ബഡ്ജറ്റ് എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നോക്കുന്നത് കട്ട് മോഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഈ കട്ട് മോഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ജനറൽ ഡിസ്കഷൻ്റെ ശേഷമാണ് കട്ട് മോഷൻസ് വരിക. കാരണം ആ ഒരു ടൈമിൽ അപ്പോൾ കട്ട് മോഷൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചർച്ച ചെയ്യുന്ന ധനകാര്യ ബില്ലിലെ ആവശ്യത്തെ എതിർക്കാൻ ലോകസഭയിലെ അംഗങ്ങൾക്ക് നൽകുന്ന അധികാരമാണ് കട്ട് മോഷൻസ് എന്ന് പറയുന്നത്. കാരണം എന്തൊരു പോരായ്മ ഉണ്ടെങ്കിലും അത് തുറന്ന് അടിച്ച് പറയാനും അത് അംഗീകരിക്കേണ്ട ആരാണ്? ധനമന്ത്രിയാണ്. അപ്പോൾ ഒക്കെ പറയാൻ പറ്റിയതാണ് കട്ട് മോഷൻസ് എന്ന് പറയുന്നത്. അതിനായിട്ട് തന്നെ അത് പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ അംഗങ്ങളാക്കി അധികാരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ് കട്ട് മോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് മോഷൻസ് സിമ്പിളായി പറയുകയാണെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച സാമ്പത്തിക ബില്ലിനെ എതിർക്കണമെങ്കിൽ ലോക്സഭയിലെ അംഗങ്ങൾക്ക് അവരെ ശാക്തീകരിക്കാൻ നൽകുന്ന വിറ്റോ അധികാരമാണ് കട്ട് മോഷനുകൾ എന്ന് പറയുന്നത് എന്നതാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണെന്ന് തുറന്ന് പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു അംഗമാണ് കട്ട് മോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കട്ട് മോഷൻസ് 3 തരത്തിലുള്ള കട്ട് മോഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ ഡിസപ്രൂവൽ ഓഫ് പോളിസി കട്ട്, രണ്ടാമത്തെ എക്കണോമിക് കട്ട്, മൂന്നാമത്തെ ടോക്കൺ കട്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡിസപ്രൂവൽ ഓഫ് പോളിസി കട്ട് എന്നാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് അടിസ്ഥാനമായ നയത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നയത്തെയാണ് ഇവിടെ ഡിസപ്രൂവൽ ഓഫ് പോളിസി കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡയുടെ തുക ₹1 കുറക്കണം. അപ്പോൾ എന്നതാണ് ഇതിനൊരു ഉദാഹരണം. പിന്നെ എക്കണോമിക് കട്ട് എന്നാൽ എക്കണോമിക് കട്ട് ഡിമാൻഡിലെ തുക ഒരു പ്രത്യേക തുക കുറക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഓരോ ആവശ്യ ചെലവിൽ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് ചെലവിനനുസരിച്ച് കുറക്കാനുള്ള തീരുമാനമൊക്കെ അപ്പോൾ അംഗങ്ങൾ എടുക്കുന്നതിനാണ് എക്കണോമിക് കട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടോക്കൺ കട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ടോക്കൺ കട്ട് എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഉത്തരവാദിത്തത്തിൽ എന്തെങ്കിലും പോരായ്മ വരെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പറയാൻ പറ്റുന്ന അംഗത്തിനെയാണ് ടോക്കൺ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കട്ട് മോഷൻസിൽ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഗില്ലറ്റിൻ ആണ് ഇനി അടുത്തതായി പറയുന്നത്. അപ്പോൾ ഗില്ലറ്റിൻ എന്നാൽ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്കോ മറ്റു സാമ്പത്തിക കാര്യങ്ങൾക്കോ വേണ്ടി നീക്കിവച്ചിരിക്കുന്ന സമയം പരിമിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു നടപടിക്രമ ഉപകരണമാണ് ഗില്ലറ്റിൻ എന്നത്. അതായത് ചർച്ചയ്ക്കുള്ള സമയം കഴിയുമ്പോൾ ഗില്ലറ്റിൻ ഉപയോഗിക്കുന്നു. കൂടാതെ ഇത് സഭാ സ്പീക്കർക്ക് ചർച്ച അവസാനിപ്പിച്ച് ഗ്രാൻഡ് ആവശ്യങ്ങളിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ അനുവദിക്കുന്നു. അതായത് ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ സമയം കഴിഞ്ഞു, എന്നിട്ടും ഇനിയും കുറേ ചർച്ചകളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ എന്താണ് ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ്ട് കട്ട് ചെയ്യുന്ന രീതി. അപ്പം അതായത് ഓരോ ഭാഗങ്ങൾ ആ സംഭവത്തിനെ കട്ട് ചെയ്ത് മാറ്റുക. കാരണം അപ്പോൾ അല്ലെങ്കിൽ ജനറൽ ഡിസ്കഷൻ വേണ്ട. അപ്പോൾ ഇതൊക്കെ ഗില്ലറ്റിൽ തീരുമാനിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഇതിനെ കട്ട് ചെയ്യുന്ന ഓരോ ഒഴിവാക്കുന്നതിനെയാണ് ഇവിടെ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നടപടികൾ വേഗത്തിലാക്കാനും ബഡ്ജറ്റ് കൃത്യസമയത്ത് പാസ്സാക്കാനും ഉറപ്പാക്കാനുമുള്ള ഒരു രീതിയാണിത്. പ്രത്യേകിച്ച് വിശദമായ ചർച്ചയ്ക്ക് മതിയായ സമയം ശേഷിക്കാത്തപ്പോൾ, അതായത് മതിയായ സമയം ഇല്ലാത്തപ്പോഴാണ് ഇത് മെയിനായിക്കാണ്ട് ഗില്ലറ്റിന് ഉപയോഗിക്കൽ.
ഇനി എന്താണ് അപ്രോപ്രിയേഷൻ ബില്ലെന്ന് നോക്കാം. അതായത് ശുപാർശ കത്താണ് ശരിക്കും പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ബില്ലെന്ന് പറഞ്ഞാൽ. അതായത് ഓരോ സാമ്പത്തിക വർഷത്തിലെ ചെലവുകൾ നിറവേറ്റുന്നതിനായി ഇന്ത്യയുടെ സന്ധിത നിധിയിൽ നിന്ന് ഫണ്ട് പിൻവലിക്കാൻ സർക്കാരിനെ അനുവദിക്കുന്നു. അതായത് ഈ ബില്ല് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു ഫണ്ടിൽ നിന്ന്, അതായത് ബഡ്ജറ്റിൻ്റെ ആ ഒരു ഫണ്ടിൽ നിന്ന് ക്യാഷ് കിട്ടല് ട്ടോ. അതിന് ആദ്യം നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ല് കൊടുക്കണം. അപ്പോൾ അതിനെയാണ് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വേർഡ് അപ്രോപ്രിയേഷൻ എന്ന വേർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചെലവുകൾക്കായി പാർലമെൻറ്റ് അനുവദിച്ച തുകയാണ്. അപ്പം അതായത് ഇപ്പോൾ ബഡ്ജറ്റിൽ മാറ്റിവെച്ച തുക കിട്ടാൻ വേണ്ടിയാണ് അപ്രോപ്രിയേഷൻ ബില്ല് നമ്മൾ കൊടുക്കല്. അപ്പോൾ അതിനെയാണ് അപ്രോപ്രിയേഷൻ എന്ന വേർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലിയർ ആയിക്കാണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 114 കൊടുത്തുക്കണ്. അപ്പോൾ നിയമപ്രകാരം നടത്തുന്ന ധനവിനിയോഗം ഒഴികെ ഇന്ത്യയുടെ സന്ധിത നിധിയിൽ നിന്ന് ഒരു പണവും പിൻവലിക്കാൻ പാടില്ല. അതായത് ഈ അപ്രോപ്രിയേഷൻ ബില്ല് കൊടുക്കാതെ ഈ സന്ധിത നിധിയിൽ അല്ലെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് നമുക്ക് ക്യാഷ് അപ്പം കൊടുക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ശുപാർശ കത്ത് കൊടുക്കണം. അതാണ് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഇന്ത്യയുടെ സന്ധിത നിധിയിൽ നിന്ന് പണം പിൻവലിക്കാൻ അനുവദിക്കുന്ന അപ്രോപ്രിയേഷൻ ബില്ല് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ ലോകസഭയിൽ അവതരിപ്പിച്ചു. അതേ ദിവസം തന്നെ അത് അവതരിപ്പിക്കുന്നതിനും പരിഗണിക്കുന്നതിനും പാസ്സാക്കുന്നതിനും സ്പീക്കറുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്രോപ്രിയേഷൻ ബില്ലിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഫിനാൻസ് ബില്ലിന് എന്താണ്, അപ്പം അതിൻ്റെ ദൗത്യം കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ ഒരു പാർട്ടാണ്. പിന്നെ അതേപോലെ ധനകാര്യ മന്ത്രി നിർദ്ദേശിക്കുന്ന നികുതി മാറ്റങ്ങൾക്ക് ആവശ്യമായ നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വാർഷിക ധനകാര്യ പ്രസ്താവന ലോക്സഭയിൽ അവതരിപ്പിച്ച ഉടൻ തന്നെ ധനകാര്യ ബില്ല് ധനകാര്യ മന്ത്രി അവതരിപ്പിക്കുന്നു. അതായത് അതൊരു ഡോക്യുമെൻ്റ് ആണ് ഫിനാൻസ് ബില്ല് എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ധനത്തിനെ പറ്റി എല്ലാ നികുതി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ അപ്പോൾ ഫയൽ അല്ലെങ്കിൽ ബില്ലിനെയാണ് ഇവിടെ ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. അത് ഓരോ ഓരോ ബഡ്ജറ്റിൻ്റെ ഇതിലും ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ധനകാര്യ ബില്ലും അവിടെ അതായത് ഫിനാൻസ് ബില്ലും ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള സാമ്പത്തിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി ധനകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. അതായത് എല്ലാ ധനത്തിനെ പറ്റിയോ എല്ലാ ക്യാഷിനെ പറ്റി കാര്യങ്ങളൊക്കെ ഈ ധനകാര്യ ഫിനാൻസ് ബില്ലിൽ ഇൻക്ലൂഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പണബില്ലായാണ് ആർട്ടിക്കിൾ 117 ക്ലോസ് പ്രകാരം രാഷ്ട്രപതിയുടെ ശുപാർശയോടെ ധനകാര്യ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് ബില്ലിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഫിനാൻസ് ബില്ലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചറാണ് ഫിനാൻസ് ബില്ല് സബ്ജക്റ്റ് ടു ഓൾ ദ കണ്ടീഷൻസ് അപ്ലിക്കേറ്റബിൾ ടു എ മണി ബില്ല്. അതായത് ഈ മണി ബില്ലിൻ്റെ എല്ലാ വ്യവസ്ഥകളും, അതായത് ആപ്ലിക്കേഷന് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഫിനാൻസ് ബില്ലിൽ. ഈ മണി ബില്ല് തന്നെയാണ് ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. തന്നെയാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ രണ്ടാമത്തതാണ് ധനവിനിയോഗ ബില്ല് പാസ്സാക്കിയ ശേഷം, അതായത് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് അപ്പോൾ ഫിനാൻസ് ബില്ല് പാർലമെൻറ്റ് പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രാജ്യസഭയിലെ നടപടിക്രമം മറ്റ് ധനകാര്യ ബില്ലുകളുടെ കാര്യത്തിലെന്ന പോലെ തന്നെയാണ്. അതായത് രാജ്യസഭയ്ക്ക് ഒരു ധനകാര്യ ബില്ല് ഭേദഗതി ചെയ്യാനോ നിരസിക്കാനോ കഴിയില്ല. അപ്പോൾ ശുപാർശകളോടെയോ ശുപാർശകളില്ലാതെയോ 14 ദിവസത്തിനുള്ളിൽ ബില്ല് ലോക്സഭയ്ക്ക് തിരികെ നൽകണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റാണ്, അപ്പോൾ അൺലൈക്ക് ദ അപ്രോപ്രിയേഷൻ ബില്ല്, അതായത് അപ്രോപ്രിയേഷൻ്റെ ബില്ല് പോലെയല്ല ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത് ഓരോ ബില്ലിൻ്റെ കാര്യത്തിൽ ഭേദഗതികളും ഇൻക്ലൂഡ് ആയിക്കാണ്ട് ഒരു ബില്ലാണ് ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. നികുതി ആയിക്കോട്ടെ ടാക്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും ആ ഒരു ഫിനാൻസ് ബില്ലിൽ. പക്ഷെ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ശുപാർശ കൊടുക്കുന്നതിനാണ് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതേപോലെ ലാസ്റ്റത്തെ പോയിൻ്റാണ് 1931 താൽക്കാലിക നികുതി ശേഖരണ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ധനകാര്യ ബില്ല് ഇരുസഭകളും പാസ്സാക്കുകയും അത് അവതരിപ്പിച്ചതിന് ശേഷം 75 ദിവസത്തിനുള്ളിൽ രാഷ്ട്രപതിയുടെ അനുമതി നേടുകയും വേണം. അപ്പം ഫിനാൻസ് ബില്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ.
ഇനി അടുത്തതായി നോക്കുന്ന ടോപ്പിക്കാണ് വോട്ട് ഓൺ അക്കൗണ്ട്. അതെന്താണ് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണയായി ധനവിനിയോഗ ബില്ല് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബില്ല് നിയമനിർമ്മാണത്തിന് സമയമെടുക്കും. അപ്പോൾ അത് കിട്ടാൻ. അപ്പോൾ സാധാരണയായി ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിൽക്കും. എന്നാൽ മാർച്ച് 31 ശേഷം സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാരിന് പണം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനപരമായ ബുദ്ധിമുട്ട് മറികടക്കാൻ ഗ്രാൻറ്റുകൾക്കായുള്ള ആവശ്യങ്ങളുടെ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെയും ധനവിനിയോഗ ബില്ല് നിയമമാക്കുന്നതുവരെയും സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള എസ്റ്റിമേറ്റ് ചെലവുകൾ സംബന്ധിച്ച് മുൻകൂട്ടി ഗ്രാൻറ്റുകൾ നൽകാൻ ഭരണഘടന ലോക്സഭയെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യമായി നിൽക്കുന്ന അപ്പോൾ ലാസ്റ്റത്തെ ഒരു അവസരത്തിൽ അപ്പോൾ നമ്മൾക്ക് അപ്രോപ്രിയേഷൻ ബില്ല് കൂടാതെ നമുക്ക് പെട്ടെന്ന് പൈസ കിട്ടുന്നതിനെയാണ് എന്ത് പറയുക, വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി ബാക്കി ടോപ്പിക്സൊക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും കേട്ടോ.